ഹായ്, ഇന്ന് ഞാനുള്ളത് സ്പെയിനിലെ കാഡിസിലാണ്. സമയം ഏകദേശം 9:35 രാവിലെ മഴയൊക്കെ പെയ്ത് കിടക്കുകയാണ് കാഡീസ്. റോഡിലെല്ലാം ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. യൂറോപ്പിലെ വളരെ പഴക്കം ചെന്ന സിറ്റികളിലൊന്നാണ് സ്പെയിനിലെ കാഡീസ്. മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ചെറിയ തണുപ്പുണ്ട്. രാവിലെ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഞാൻ നോക്കിയപ്പോൾ ഫോണിൽ കാണിക്കുന്നത്. 10 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ഒരു കാത്തലിക് ചർച്ചാണത്. 1722 നിർമ്മാണം തുടങ്ങിയൊരു പള്ളിയാണത്. അങ്ങോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാഡിസിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഇടുങ്ങിയ സ്ട്രീറ്റുകളാണ്. സ്പെയിനെല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഇടുങ്ങിയ സ്ട്രീറ്റുകളിൽ ഇഷ്ടം പോലെ ഷോപ്പുകളൊക്കെ ഉണ്ട്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ കാഡിസിലെ പള്ളിയാണിത്. കത്തീഡ്രൽ ഡി കാഡിസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1722 നിർമ്മാണം ആരംഭിച്ച് 1838 നിർമ്മാണം പൂർത്തിയാക്കിയൊരു പള്ളിയാണിത്. ഇപ്പോഴീ പള്ളിയുടെ ഉള്ളിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം. 8 യൂറോ അങ്ങനെ എന്തോ ആണ് ടിക്കറ്റ് എന്ന് തോന്നുന്നു. പണ്ടൊരിക്കൽ ഞാൻ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈ പള്ളിയുടെ മുന്നിൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും ബാറും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സമയം ഒരു 9:45 10 മണി ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല. അതുമാത്രമല്ല, മഴ പെയ്ത് കിടക്കുന്നതിൻ്റെ ഒരു മടിയുമുണ്ട് എല്ലാവർക്കും എന്ന് തോന്നുന്നു. കണ്ടോ അവിടുത്തെ നാരോ സ്ട്രീറ്റ്സ് കണ്ടോ? ഈ ഇടുങ്ങിയ ഈ വഴികളിലൂടെ കയറി പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. H&Mഉം സാറയും അങ്ങനെയുള്ള ക്ലോത്തിങ് സ്റ്റോറുകളും ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ ബീച്ച് ഉള്ളത്. ഞാൻ അങ്ങോട്ട് പോവാം. ഞാൻ മുമ്പേ കാണിച്ച പള്ളിയുടെ പുറകുവശമാണിത്. പള്ളിയുടെ പുറകിലാണ് ഈ ബീച്ചുള്ളത്.
ഇവിടെ ഈ ഇതിലെ ഇടത്തേക്ക് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ടോറെ ടവിറ എന്ന് പറയുന്നൊരു ടവറുണ്ട്, ഒരു വാച്ച് ടവറാണ്. അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ടൗണിൻ്റെ ഒരു പനോരമിക് വ്യൂ കാണാൻ പറ്റും. ബീച്ചിൻ്റെ അവിടെ നിന്ന് ഞാൻ വീണ്ടും ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. വളരെ ഇടുങ്ങിയ ഒരു സ്ട്രീറ്റാണ്, വണ്ടികളൊന്നും ഇതിലെ പോകില്ല. പിന്നെ ചെറിയ ബൈക്കൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാൻ തോന്നുന്നു, പക്ഷെ അത് അലൗഡ് ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും നല്ല ഭംഗിയാണ് ഈ ഒരു സ്ട്രീറ്റ്. നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ, വെയിലങ്ങനെ അധികം ഉള്ളിലോട്ട് കയറി വരില്ല, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. രാവിലെ തന്നെ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ, ആളുകളൊക്കെ ജോലിക്ക് പോകുന്നു. ഒത്തിരി കടകളുണ്ട് കേട്ടോ, ഒത്തിരി ഷോപ്പുകളുണ്ട് ഈ സ്ട്രീറ്റുകളിൽ. ഓറഞ്ച് പഴുത്ത് നിൽക്കുന്നത് കണ്ടോ? സ്പെയിനിൽ എവിടെ പോയാലും നമുക്ക് ഇഷ്ടം പോലെ ഓറഞ്ച് ട്രീ കാണാൻ പറ്റും. പറിച്ചെടുക്കാനായിട്ട് കയ്യെത്തൂല, നല്ല പൊക്കമുണ്ട്. ഇനി ഇത് പറിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നും അറിയത്തില്ല. ഞാനിങ്ങനെ വീണ്ടും വെറുതെ ഇങ്ങനെ നടക്കുന്നു. കുറേ ഷോപ്പുകളുണ്ട് എന്തായാലും. സ്ട്രീറ്റുകളിലൂടെ എല്ലാം ആളുകൾ നിറഞ്ഞു വരുന്നു. ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയപ്പോൾ ആളുകളും എത്തിത്തുടങ്ങി കൂടുതലായിട്ട്. ഒത്തിരി ഡ്രസ്സുകളുടെ ഷോപ്പുണ്ട്, ക്ലോത്തിങ് സ്റ്റോഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ് ഷിപ്പിലേക്ക്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അടുത്ത ദിവസം.